നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് അത്തേത്തറ ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡ് 4 സെൻറ്റ് കോളനി എന്ന് പറയുന്ന സ്ഥലത്താണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നോക്കിയാൽ കാണാം, റോഡിൻ്റെ ഇരുഭാഗത്തും വളരെയധികം മാലിന്യങ്ങൾ നിറഞ്ഞിരിക്കുന്നു. രാത്രികാലങ്ങളിൽ ഇവിടെ ഭക്ഷണ സാധനങ്ങളുടെ അവശിഷ്ടങ്ങളും മറ്റു മാലിന്യങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവന്ന് തള്ളുന്ന ഒരു സ്ഥലമായിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ മഴക്കാലം തുടങ്ങിയതുകൊണ്ട് ഇതെല്ലാം ചീഞ്ഞളിഞ്ഞ് സാംക്രമിക രോഗങ്ങൾ പരാൻ വളരെയധികം സാധ്യതയുണ്ട്. കൊതുക് ശല്യമുണ്ട്. തൊട്ടടുത്തുള്ള വീട്ടുകാർക്കൊന്നും ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. ദുർഗന്ധം വമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രാത്രികാലങ്ങളിൽ പന്നി ശല്യമുണ്ട്. ഇവിടെ ഈ ചീഞ്ഞഴുകിയ ഭക്ഷണ സാധനങ്ങൾ കഴിക്കാൻ വേണ്ടി പന്നി വരുന്നുണ്ട്. അപ്പോൾ ഈ പന്നിയെ ഇടിച്ച് യാത്രക്കാർക്ക്, ബൈക്ക് യാത്രക്കാർക്കും മറ്റ് യാത്രക്കാർക്കെല്ലാം അപകടം പറ്റുന്നത് സാധാരണയാണെന്നാണ് ഇവിടെ നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. അത്തേത്തറ ഗ്രാമപഞ്ചായത്ത് അധികൃതരോട് ഇടപെട്ട് ഇതിന് ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. നമ്മളറിയില്ല. പിന്നെ പകല് ചെറുത് പകല് കൊണ്ടുവരുന്നത് ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്തിൽ പരാതിപ്പെട്ടോ? പഞ്ചായത്തല്ല, അത് മുരളിയേട്ടൻ പറഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞു. നമ്മളെ താഴെ കണ്ട് ഇടില്ല. ആൾക്കാർ വേസ്റ്റൊക്കെ ചാക്കിൽ കൊണ്ട് അവിടെയും വീടുകളില്ലാത്ത സ്ഥലമാണ്, കാടായി. എന്താ വെച്ചാൽ ഒരു സൈഡ് ഒരാളിപ്പോ ഒരു സൈഡ് തട്ടി പറഞ്ഞ ഒരു വേസ്റ്റ് കണ്ട ഒരാളെ അവിടെ തട്ടും. അപ്പൊ അത് അവിടെ മൊത്തം എല്ലാവരും അവിടെ തട്ടാൻ തുടങ്ങി. നമ്മളിപ്പോ കാണുന്ന ആൾക്കാരടുത്ത് പറയുള്ളൂ വേസ്റ്റ് നമ്മൾ സംസാരിക്കാണ്ട്. കാണുന്ന ആൾക്കാരത്ത് ഇങ്ങനെ വേസ്റ്റ് ഉണ്ട്, അവർ കൊണ്ട് വിട്ടുന്ന അപ്പൊ തന്നെ എടുത്തിട്ട് പോകാനൊക്കെ പറയും. ഇപ്പൊ രാത്രിയുടെ രാത്രി നമ്മൾ മാക്സിമം ഒരു 10-11 മണി ആ സമയം നമ്മൾ നോക്കില്ലല്ലോ. അവിടെ മൊത്തം കാടും കാര്യങ്ങളൊക്കെ അല്ലേ. ആ സമയത്ത് ഓട്ടോയിൽ എന്തെങ്കിലും കുറച്ച് ചിലപ്പോൾ വരുന്നത് കുറച്ച് ഓട്ടോയിൽ കൊണ്ട് കുറച്ച് അധികം കൊണ്ടിടുക. ഇട്ടുകൊണ്ട് അവരൊന്നും അറിയില്ല, അങ്ങനെ പോകും. ഇത് അത്തേത്തറ പഞ്ചായത്ത് 4-ാം വാർഡാണോ അല്ലേ? 4-ാം വാർഡ്. സ്ഥലത്തിന്റെ പേര് ഇത് ശാസ്ത്രനഗർ ഹൗസിംഗ് കോളനി 4 സെന്റ് കോളനി. 4 സെന്റ് കോളനി എന്ന് പറയും. പഞ്ചായത്തിൽ എന്തെങ്കിലും പരാതിപ്പെട്ടിട്ടുണ്ടോ? പരാതിപ്പെട്ടിട്ടുണ്ട്. നമ്മള് എന്താ വെച്ചാൽ നമ്മള് ഇത്ര അടുത്തേക്ക് എത്തി വേസ്റ്റ് നമ്മള് മഴക്കാലം തുടങ്ങി. അതാ രാത്രി എന്താ വെച്ചാൽ നമ്മള് സ്മെല്ല് വരുന്നുണ്ടോ? പിന്നെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ എന്താ വെച്ചാൽ അവിടെ നിന്ന് മഴക്കാലം തുടങ്ങിയില്ലേ, ഈ വെള്ളം ഇത് മൊത്തം അവിടെ നിന്ന് വരുന്ന വെള്ളമൊക്കെ ഇവിടെ മൊത്തം കെട്ടി നിൽക്കും. അവിടെ നിന്ന് ഇറക്കാറ് മൊത്തം കെട്ടി നിൽക്കും. ഈ വേസ്റ്റുകളൊക്കെ മൊത്തം അതിന്റെ ഒരു സ്മെല്ലൊക്കെ ആയിട്ട് മൊത്തം നമ്മുടെ കിണർ ഇവിടെ നടത്തില്ലേ, പിന്നെ ഇതാവും. രാത്രി അധികം വണ്ടി വന്ന് പറഞ്ഞാൽ മൊത്തം കയറ്റി കൊണ്ട് അല്ല അത്രയ്ക്കും ആ സൈഡ് മൊത്തം വേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലോണം കൊതുശല്യവും. അതേപോലെ നമുക്കെന്താ വെച്ചാൽ ഈ വയ്യാക അസുഖങ്ങൾ അധികമാണ്. അതാണ് ഓരോ ആഴ്ച ഓരോ ആൾക്കാർക്ക് അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈച്ച ശല്യം നല്ലോണം ഉണ്ട്. ഭക്ഷണം കഴിക്കാനും ഒക്കെ വരുമ്പോൾ ഈച്ച അത് അത്യാവശ്യം ഉണ്ട്. എന്താ വെച്ചാൽ ഒരു സമാജത്തിൽ ഭക്ഷണം കഴിക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ രീതിയിൽ കറക്റ്റായിട്ട് നമ്മൾ അവിടെ വൃത്തിയാക്കിയിട്ട് അങ്ങനെ സെറ്റായിട്ട് അവിടെ ഫാനൊക്കെ ഇട്ട് അങ്ങനെ കഴിക്കണം. എന്താ വെച്ചാൽ അത്രയ്ക്ക് ഒരു 10 മിനിറ്റ് ഇവിടെ നിൽക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് അറിയാം. രാത്രി അടച്ചാൽ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്താ വെച്ചാൽ വേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അതിന്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിട്ടേ നമുക്കൊന്ന് ചില സമയത്ത് ഓരോ സ്മെല്ല് ചെയ്യാതെ നമുക്ക് ഭക്ഷണം കഴിക്കാനും തോന്നില്ല. ഒന്നാമത് അങ്ങനത്തെ വേസ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക. നമ്മൾ ഈ മഴയും കൂടി പെയ്യുമ്പോൾ കാറ്റും കൂടി വരില്ല. അപ്പൊ നമ്മള് വീട്ടിൻ്റെ ഇടയ്ക്ക് വരും, നല്ല സ്മെല്ല് വരും. അതിൻ്റെ ഇടയ്ക്ക് എന്ത് അവിടെ പന്നി അങ്ങനെ പന്നി വരുന്നുണ്ടല്ലേ? ഈ വേസ്റ്റ് സാധനങ്ങൾ കഴിക്കാനാണ് പന്നി വരുന്നത്. പന്നി വീട്ടിലേക്ക് കയറി വരും. പന്നി ഈ വളർത്തി എന്താ വെച്ചാൽ പന്നി ശല്യം എന്താ വെച്ചാൽ വണ്ടികളിൽ പോണ ആൾക്കാർക്കില്ലേ, അവർക്കാണ് അധികം. രാത്രി സമയത്ത് ഈ 2 സൈഡും കാടല്ലേ, ഈ റോഡ് വണ്ടികൾ വരുമ്പോ പന്നി അപ്പുറത്ത് കുറെ പേര് പന്നി. മാലിന്യത്തിൻ്റെ ദുർഗന്ധം മൂലം, ഈച്ചശല്യം മൂലം ഭക്ഷണം പോലും കഴിക്കാൻ പറ്റുന്നില്ലെന്ന് പരിസരവാസികൾ പറയുന്നു. മാത്രമല്ല പന്നിശല്യം അപകടം വരുത്തിവെക്കുന്നു. ശാശ്വത പരിഹാരം കാണണം. നാട്ടിലെ വാർത്താ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു.